ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ടൊരു പായസം ഉണ്ടാക്കാവേ. ഇത് നമുക്ക് പുഴുങ്ങാൻ വെക്കാം. കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് പുഴുങ്ങാൻ വെക്കാം. ഇനി ഇത് വെന്ത് വരട്ടെ കേട്ടോ. ഇതിലേക്ക് വേണ്ട ഈ ചവ്വരി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കാം കേട്ടോ. ഒക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഉടച്ചു കൊടുക്കാം. നല്ലോണം ഉടച്ചിട്ടുണ്ട്. ഇത് ഇത്ര ഉപ്പിട്ട് ഒരു ലേശം ഉപ്പ് ഇട്ട് നമുക്കിതാ കുറച്ച് നെയ്സ് പത്തിരി പൊടിയില്ലേ അതും കൂടി ഇട്ടിട്ട് കുഴച്ചെടുക്കും. ഇതേപോലെ ചപ്പാത്തി പരുവത്തിന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ എല്ലാം ബോൾസുകളാക്കിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഇഡ്ഡലിച്ചെമ്പിൽ വെച്ചിട്ട് ആവിയിൽ വെക്കാം കേട്ടോ. ഇതിലാണ് പായസം വെക്കുന്നത്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറക്കാനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കളറ് ചേഞ്ച് ആയ ശേഷം ഇത് നമുക്ക് കോരിയെടുക്കാം. ഈ നെയ്യിലേക്ക് കാരമൽ ചെയ്യാൻ വേണ്ടി ഒരു 2-3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കാരമലായി വരട്ടെ. കാരമലിലേക്ക് ഞാൻ വല്ലാണ്ട് കളർ ചേഞ്ച് ആയിട്ടില്ല. അതിലേക്ക് ഇതാ നമുക്ക് പാകത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടേനെ. നമുക്കിത് ഇതിലേക്ക് പാൽ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ പാകത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള ആവശ്യത്തിനുള്ള നോക്കിയിട്ട് പഞ്ചസാര ഇട്ടാൽ മതി. ഇതിന് തിളച്ചാലാണ് മധുരം കറക്റ്റായിട്ട് അറിയുള്ളൂ കേട്ടോ. പാൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് സേമിയ കേട്ടോ. സേമിയ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ചവ്വരിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് കുറുകി വന്ന ശേഷം നമ്മൾ വേവിക്കാൻ വെച്ചില്ല ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 10 അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ലേശം നെയ്യും കൂടി മിക്സാക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.